പ്ലീസ്. തനിക്കെന്താ വേണ്ടേ? എന്തായാലും കുഴപ്പമില്ല. രഞ്ജിത്ത് ഓർഡർ ചെയ്തോ? ഈ ഒരു ശീലം ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഭക്ഷണം കഴിക്കാൻ വരുന്ന ഭക്ഷണം നമുക്കൊന്നിച്ച് ഷെയർ ചെയ്യാം. അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഓർഡർ, അത് തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം താൻ ഓർഡർ ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇത് വാങ്ങിയാലോ? തന്റെ ഇഷ്ടം പറ. ഏതായാലും ആം ഓക്കെ. സർ, എന്നാ ഈ 2 ഐറ്റം എടുത്തോളൂ. ഓക്കെ സർ. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറയാം. ശരി. ഇനി ഫുഡ് വരട്ടെ. താൻ ഓർഡർ ചെയ്ത് എനിക്കും രുചിച്ച് നോക്കാം, ഞാൻ ഓർഡർ ചെയ്തത് തനിക്കും നോക്കാം. ഈ തുല്യത എന്നൊക്കെ പറഞ്ഞ് വെറുതെ നടന്നിട്ട് കാര്യമില്ലല്ലോ. തുല്യത നമ്മൾ മനസ്സറിഞ്ഞുണ്ടാക്കേണ്ടതാണ്. വി ആർ ഈക്വൽ ടു മീ. അങ്ങനെയാണ് എൻ്റെ കൺസെപ്റ്റ്. വേദ, എടാ താനിത് എവിടെയാണ്? ഞാൻ ഒരുപാട് തവണ തന്നെ കോൾ ചെയ്തല്ലോ, കുറേ മെസ്സേജ് അയച്ചു. അല്ല, താനെന്താ മറുപടി ഒന്നും അയക്കാതിരുന്നേ? ആദിത്യ, ഇതെന്റെ അമ്മാവന്റെ മകനാ രഞ്ജിത്ത്. രഞ്ജിത്ത്, ഇത് ആദിത്യൻ. അതെ. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. ഹായ്. ഹായ്. ആ വേദ, നമ്മുടെ ക്യാമ്പസ് ജീവിതം അത്ര പെട്ടെന്ന് മറന്നു കളയാൻ പറ്റുമോ എനിക്ക്? എത്ര ഓർമ്മകളാ. സത്യം പറഞ്ഞ ഞാനിപ്പോഴും ആ സ്പെറ്റിൽ നിന്ന് മാറിയിട്ടില്ല. ഓക്കെ രഞ്ജിത്ത്, യു കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു. രഞ്ജിത്ത്, വേറൊന്നും തോന്നരുത് കേട്ടോ. ആദിത്യ എപ്പോഴും കുറച്ച് ഓവർ ടോക്കറ്റീവാ. ഏയ്, അതിനയാൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് കുറച്ച് നല്ലവനായിട്ടാ തോന്നിയത്. അല്ല, തനിക്ക് അയാളോട് സംസാരിക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ. ഏയ് ഇല്ല, ഞങ്ങൾ അങ്ങനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. അയാൾ സീനിയർ അല്ലേ, അതിന്റെ ഒരു പേടി. ഹേയ്, ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടോ? എനിവേ, ഫുഡ് വരാൻ ലേറ്റ് ആവാൻ തോന്നുന്നു. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഓക്കെ.